ഹലോ, നമുക്കൊന്ന് ട്രിവാൻഡ്രം പോയിട്ട് വന്നാലോ? ഒരു 2 ദിവസത്തെ ട്രിവാൻഡ്രത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പം ഞാനും അച്ഛനും അമ്മയും കുഞ്ചും കൂടെ ട്രെയിനിലാണ് പോകുന്നത് ഇത്തവണ. ഞാനങ്ങനെ അധികം ട്രെയിനിൽ യാത്ര ചെയ്യാറില്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ അറിഞ്ഞുകൂടാ കേട്ടോ. മാത്രമല്ല ഈ ട്രിപ്പിൽ ഞാനാണ് എല്ലാവരും നയിച്ചുകൊണ്ട് പോകുന്ന ലീഡർ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും എനിക്കുണ്ട്. സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഹാഫ് ഓഫ് ദി ടെൻഷൻ മാറി. ബിക്കോസ് അവിടെ ഓൾറെഡി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദിച്ചാൽ ആര് വേണേൽ പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ ഓൾറെഡി പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതൊരു വൈബാണല്ലോ ട്രെയിനിൽ. അപ്പോൾ കഴിച്ചു. അതിനുശേഷം കുഞ്ചുവിനെ ഞാൻ കിടത്തി കുറച്ച് നേരം ഉറക്കി കേട്ടോ. ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. സതീഷേൻ്റെ ഫിലിമിൻ്റെ ഷൂട്ട് തുടങ്ങി. അപ്പോൾ ഓൾറെഡി സതീഷേട്ടൻ ഇപ്പോൾ ട്രിവാൻഡ്രത്താണോ ഉള്ളത്. ഒരു 10 ദിവസത്തോളം ആയി പോയിട്ട്. അപ്പോൾ എനിക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല. 10 ദിവസമായെല്ലാം കണ്ടിട്ട് എന്നാൽ ഒന്ന് പോയി കാണാമെന്ന് ഓർത്തു. നമ്മൾ ഈവനിങ് ഒരു 6:30 ആയപ്പോഴത്തേക്ക് റീച്ച് ചെയ്തു. അപ്പോഴത്തേക്ക് സതീഷേൻ്റെ ഷൂട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. സോ സതീഷേട്ടൻ തന്നെ പിക്ക് ചെയ്യാൻ വന്നു കേട്ടോ നമ്മളെ. അപ്പം ഞങ്ങൾ ചെന്ന പാടെ ബാഗ് വെച്ചിട്ട് ട്രിവാൻഡ്രത്തെ അമ്മയെ പോയി വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നു. നമ്മൾ തിരിച്ചു പോരുന്ന വരെ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്താണെങ്കിൽ ഇപ്പോൾ എക്സ്പോ നടക്കുന്ന സമയമാണ് കനകക്കുന്നിൽ. സോ അവിടെ മുഴുവൻ ഇതുപോലെ ലൈറ്റ് ഇട്ട് അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ചെന്ന അന്നത്തെ വിശേഷങ്ങൾ എനിക്ക് ഇത്രേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓൾറെഡി നല്ല ടയേർഡായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ എന്തോ ഞാൻ എടുക്കുവാ എനിക്ക് അറിഞ്ഞൂടാ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള ഡേ 1 ആണ്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലാണുള്ളത്. ഷൂട്ട് നടക്കുന്നതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെയാണ് കീസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചിലപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യും, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഷൂട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന കേട്ടോ. അപ്പം എൻ്റെ അമ്മയും ട്രിവാൻഡ്രത്തെ അമ്മയും കുഞ്ചും അച്ഛനും കൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. പിന്നെ അവരിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പറ്റിയ ലൊക്കേഷനിൽ പോവാം ഷൂട്ടിൻ്റെ. ഇവിടെ അടുത്താണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തിരക്കൊക്കെ കാണാം, വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നത്. ഇവിടെ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല ഷൂട്ട് കിടക്കുന്നത്. അതേ വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ? അത് ഷൂട്ടിൻ്റെ ആട്ടോ. കണ്ടതേ കാരവാനും ഒക്കെ. അപ്പോൾ ആ സൈഡിലാണ് ഷൂട്ട്. ഇപ്പം സമയം കറക്റ്റ് 7 മണിയായി. ഇപ്പം തന്നെ നല്ല വെയിലടിച്ച് തുടങ്ങി കേട്ടോ. ചൂടായിരിക്കും. അവരമ്പലത്തിൽ പോയല്ലോ. ഞാനിപ്പോൾ ഒരു കോഫി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വരുമായിരിക്കും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കേട്ടോ. ശരിക്കും ഈ ഒരു റേറ്റൊക്കെ വരുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് വരേണ്ടതാണ്. നമുക്ക് പ്രൊഡക്ഷൻ്റെ ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വരുമ്പോൾ അതും കഴിക്കാം. എന്നിട്ട് പിന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് കറങ്ങാൻ പോകാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. സതീഷേട്ടൻ തിരക്കാണ്. അപ്പം ഞാൻ ഓർത്തു അമ്മമാരും അച്ഛനും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്ന് നോക്കാം. എങ്ങനെയാണെന്നറിയില്ല. ലെറ്റ്സ് ഡോണ്ട് പ്ലാൻ എനിത്തിങ്. അപ്പോൾ എങ്ങനെ വരുന്നു അങ്ങനെ വരട്ടെ. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോക്കി വെക്കാം സ്ഥലമൊക്കെ. ചായ കാപ്പി വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കാപ്പി വന്നിട്ടുണ്ട്. ഞാൻ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കോഫിയാണ് കൂടുതൽ പ്രിയം. അതെ, അതിൻ്റെ കൂടെ 3 ബിസ്ക്കറ്റ് അവർ ഫ്രീ തന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് നോക്കാവേ. ബോയിൽഡ് എഗ് ഉണ്ട്, എന്തത് ഉപ്മാ ഉണ്ട്, ഇത് പൂരിയുണ്ട്, ചമ്മന്തിയോ ഇഡ്ഡലിയുടെയാണ് ചമ്മന്തി. ഇത്രയും ഫുഡ് ആർക്കാണാവോ? ഇത് തന്നെ സെയിമാണ് അടുത്ത പാത്രത്തിലൊരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ എനിക്ക് വേണ്ട ഞാൻ എടുക്കുകയാണേ. ഞാൻ എന്താ ബോയിൽഡ് എഗ് 2 എണ്ണവും പിന്നെ പൂരി ചമ്മന്തിയാണ് എടുത്ത കേട്ടോ. അപ്പം ഞാൻ ഒരു കുളിയൊക്കെ പാസ്സാക്കി റെഡി ആയിട്ടുണ്ട്. അവർ വരുമ്പോഴത്തേക്ക് അവർ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഷൂട്ടിൻ്റെ അവിടെയൊക്കെ പോയി, എന്നിട്ട് വാച്ചേ കണ്ടു, എന്നിട്ട് തിരിച്ചു വന്നു. കുഞ്ചു എന്ത് പറഞ്ഞു മൈക്കിലൂടെ? മൈക്ക് പാടുവാണോ ചെയ്തേ? മൈക്കിലൂടെ ആക്ഷൻ പറഞ്ഞു. മൈക്കിലൂടെ എന്താ പറഞ്ഞേ?
ആക്ഷൻ ആക്ഷൻ എന്ന് പറഞ്ഞു. സിനിമ കാണുന്ന പോലെ അത്ര രസമുള്ളൊരു പരിപാടിയല്ല ഷൂട്ടിങ് കാണല്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരുന്നിട്ട്, അത്ര ഇരുന്നോ? 1 മണിക്കൂർ. അപ്പം ഞങ്ങളൊരു മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ഇങ്ങ് പോകുന്നു. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ തീരുമാനിച്ച് നിലവിൽ വെച്ചിരിക്കുന്നത്, അമ്മ ജോലി കഴിഞ്ഞ് ട്രിവാൻഡ്രത്തെ അമ്മ വന്നിട്ട് കവടിയാർ കൊട്ടാരത്തിൽ പോവാം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ ഓൾറെഡി അവിടുത്തെ തമ്പുരാട്ടി ഇപ്പോൾ ഉണ്ട്, താമസമാണ്. അപ്പോൾ അവിടെ പോയി ഞാനിങ്ങനെ കല്യാണി അനിലിൻ്റെ വ്ളോഗ് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അവിടെ പോകണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന്. അപ്പം അവിടെ പോയി കവടിയാർ കൊട്ടാരമൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴി വേറെ എവിടെയെങ്കിലും കൂടെ പോകാൻ പറ്റുമെങ്കിൽ അതും കൂടെ 2 സ്ഥലം ഇന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് തിരിച്ച് റൂമിൽ വരാമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും കവടിയാർ കൊട്ടാരത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കയറാൻ പറ്റുമോ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ റൂം എക്സ്റ്റെൻഡ് ചെയ്തു ഒരു ദിവസം കൂടെ. അതുകൊണ്ട് അവരോട് ക്ലീൻ ആക്കാൻ പറഞ്ഞപ്പോൾ അവർ വന്ന് ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് വീണ്ടും. അപ്പോഴേക്കും എന്താ നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ച് വന്നിട്ടുണ്ട് പ്രൊഡക്ഷനിൽ നിന്ന്. മീൻകറി, 3 ചോറാക്കാം. ചോറ്, ഇതിനകത്ത് സാമ്പാർ, അല്ല രസം, സാമ്പാറോ രസം വേണ്ട. ഇതന്നെ ഇത് തക്കാളിക്കറി, ദെൻ പയറ് തോരൻ, ചപ്പാത്തി ചപ്പാത്തി, അയ്യോ എന്താ മോരുകറിയുണ്ട്. ഞങ്ങൾ കവടിയാർ കൊട്ടാരത്തിലേക്ക് ഇറങ്ങിയതായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ റെനോവേഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ അടച്ചിട്ടിരിക്കുക. താൽക്കാലികമായിട്ട് ആളുകളെ ഒന്നും കുറേ ദിവസത്തേക്ക് കയറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ വെച്ച് തന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ശംഖുമുഖം പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ശംഖുമുഖത്തേക്കാണ് പോയത്. ഇത് ഒറിജിനൽ ഹെലികോപ്റ്റർ അല്ലേ? ആണല്ലോ ഗൈസ്. ഇതാണ് മത്സ്യകന്യക, നമ്മുടെ മലമ്പുഴ യക്ഷിയുടെ പോലെ തന്നെ ഉണ്ടല്ലേ ഇത്. നമ്മൾ ബീച്ചിൽ പോണ്ടേ. വരും, ഇപ്പൊ വരും. ഇനിയും വരുവേ. ഞാനിട്ട് തരാം. ഫോട്ടോ നല്ല ഫോട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കവടിയാർ പോകണമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോകാൻ പറ്റിയില്ല. ശംഖുമുഖത്ത് പോയി ബീച്ചിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഒരു 1.5-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്നൊന്നും അറിയില്ല. സതീഷേട്ടൻ വരുന്ന എപ്പോഴാണെന്ന് നോക്കിയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പം ഞാൻ റൂമിൽ വന്നു, ഒരു ചായ ഇട്ടു, എന്നിട്ട് കുടിക്കാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ അച്ഛമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, അപ്പൂപ്പ പോയി. അച്ഛൻ കോട്ടയത്ത് പോയി കേട്ടോ. അച്ഛന് നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അച്ഛൻ കോട്ടയത്ത് പോയി. ബാക്കി വിശേഷങ്ങൾ ഇനി വരുന്നതനുസരിച്ചിട്ട് ഷൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് രാത്രിയായപ്പോൾ നമ്മൾ എക്സ്പോ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ഒരു 6:30-7 ആയപ്പോഴത്തേക്കും നമ്മൾ എക്സ്പോ കാണാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴും സതീഷേട്ടൻ വന്നിട്ടില്ല. ഞാനും ട്രിവാൻഡ്രത്തെ അമ്മയും കോട്ടയത്തെ അമ്മയും കുഞ്ചുവും കൂടെയാണ് പോയത്.
അല്ല മതേ ഇവിടെ എക്സ്പോ 2020 നമ്മൾ ചെന്ന ദിവസം രമ്യ നമ്പീഷൻ്റെ ലൈവ് മ്യൂസിക് ഷോ ആയിരുന്നു. തലേദിവസം വേടൻ്റെ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. സോ അതിൻ്റെ തിരക്ക് നമ്മൾ ഓൾറെഡി പോയപ്പോൾ കണ്ടു. നമുക്ക് പക്ഷെ അന്ന് കയറാൻ പറ്റിയില്ല ചെന്ന ദിവസം. അപ്പം നമ്മൾ ഇന്ന് ചെന്നപ്പോഴത്തേക്ക് കുറച്ച് നേരം ലൈവ് മ്യൂസിക് ഷോ ഒക്കെ കേട്ടു കേട്ടോ. നല്ലതായിരുന്നു. നമ്മൾ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് എക്സ്പോ നടക്കുന്നത്. അപ്പോൾ കൊട്ടാരം കാണാൻ പറ്റി, എക്സ്പോയും കാണാൻ പറ്റി. എക്സ്പോ 2025 ആണോ? പഴയ ബാഗുകളാ. ഇതാണ് ഗൈസ് കനകക്കുന്ന് കൊട്ടാരം. വീഡിയോയ്ക്കുണ്ട്. മൂന്ന് ഫ്രണ്ട്സോ? ആരൊക്കെയാ? അച്ഛമ്മയും അമ്മൂമ്മയും കുഞ്ചുവാണോ? വാ, അമ്മ ഫോട്ടോയ്ക്ക് നിൽക്കുന്ന പോലെ നിൽക്കുന്നു. പാട്ട കുഞ്ചു ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണിത്. പാനിപ്പൂരി ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പം നമ്മൾ എക്സ്പോ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നതിന് ശേഷം സതീഷേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഞാനും കുഞ്ചും സതീഷേട്ടനും മാത്രമായിട്ട് ജസ്റ്റ് ചുമ്മാ ഇവിടെ ഇറങ്ങിയൊന്നുമില്ല, വണ്ടി എടുത്തുകൊണ്ട് ചുമ്മാ ഒന്ന് ടൗണൊന്ന് ചുറ്റിയിട്ട് തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസവും കടന്നുപോയി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്ത് ഡേ 2 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് സതീഷേട്ടൻ്റെ ഒക്കെ ഷൂട്ടിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ഹോട്ടലുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെയാണ് എല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ട്രിവാൻഡ്രത്തെ അമ്മ ഇപ്പോൾ വരും, ഇവിടെ എങ്ങാണ്ട് എത്തിയിട്ടുണ്ട് അമ്മ. അപ്പോൾ അമ്മ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇവരുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് ഹോട്ടലല്ല കേട്ടോ, ഫ്ലാറ്റായിട്ടാണേ. കണ്ടോ, ഇതും പിന്നെ ഒരു റൂമും കൂടെ ഉണ്ട്, കാണിച്ചിട്ട്. കണ്ടോ, ഫ്ലാറ്റായിട്ടാണേ. ഓക്കെ, അപ്പം ഇന്നിപ്പോൾ നമ്മളിവിടെയാണ് സ്റ്റേ. നാളെ പിന്നെ നമ്മൾ തിരിച്ച് പോകുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. യെസ്. ഡേ 2-ൽ നമ്മൾ രാമചന്ദ്രയിലേക്കാണ് പോയത്. അവിടെ ഇങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ, പോത്തീസ് പോലത്തെ. അപ്പോൾ എപ്പോഴും ചെല്ലുമ്പോൾ അവിടെ പോകണമെന്ന് വിചാരിക്കും, നടക്കാറില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ റിഡക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറേ ഡ്രസ്സൊക്കെ എടുത്തു. വേളിക്കടപ്പുറം എന്തിന്? വാച്ചയുടെ ഷൂട്ടിങ്. നമ്മൾ രാവിലെ രാമേന്ദ്രയിൽ പോകുന്നതിന് മുമ്പ് ഷൂട്ടിനും കൂടെ രാമേന്ദ്ര കഴിഞ്ഞിട്ട് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ മഴ കാരണം പോകണ്ടെന്ന് വെച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മഴ പോയി വന്നോളാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മൾ നേരെ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് പോയിട്ടോ. അതും പ്രൊഡക്ഷൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അതിലാണ് പോയത്. ഷുഗർ കൂടുതലാണ്. കണ്ടോ കുഞ്ചു? ഇവിടെ ഇന്നലെ നമ്മൾ വന്നല്ലേ.
ഗൈസ്, തിരുവനന്തപുരം നഗരം നമ്മുടെ രാത്രിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. ഫ്ലാറ്റിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ട അവിടെ ഏതോ ഒരു മെയിൻ റോഡുണ്ട് കണ്ടോ, എന്നിച്ചു ഏതാണ്ടാണ്. എന്താ വാട്ടർ? എന്തിനാ? ടു ഡ്രിങ്ക്. This one? Okay. ഗ്ലാസ് തരുമ്പോ എന്ത് പറയണം? ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഡേ ഇല്ല, നമ്മളിപ്പോൾ തന്നെ പോകും 2 മണിക്കൂറിനുള്ളിൽ. 12:40 നമ്മുടെ ട്രെയിൻ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നും. അപ്പം നമ്മളിപ്പോൾ ഇതാ റെഡി ആകുകയാണ് പോകാനായിട്ട്, പാക്കൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ദാ രാവിലെ ഞാൻ കാണിച്ചില്ലല്ലോ ഇവിടെ നിന്നുള്ള വ്യൂ, രാത്രി നിങ്ങൾ കണ്ടില്ലേ, രാവിലെയും കൂടെ കണ്ടിട്ട് വാ. ഇത് റോഡാട്ടാ. എവിടെയോ ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, അമ്പലത്തിൽ നിന്നാണ്. ഉണ്ടാ ഇവിടെ ഒരു റോഡുണ്ട്, അതുപോലെ ഇവിടെ ഒരു റോഡുണ്ട്. റോഡാണ്. വളരെ കുറച്ച് സമയം കൂടെ നമ്മൾ വെയിലടിക്കുന്നു ട്രിവാൻഡ്രത്തുള്ളൂ. ഇനി നമുക്ക് ഇതാ അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഹിൽട്ടൺ ഗാർഡൻ എന്ന് പറയുന്ന ഹോട്ടലില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവരുടെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണിച്ചു തരാവേ. കണ്ട അവിടെ ആള് നിൽപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് തിരിച്ച് പോകുന്ന വഴിയുള്ളത് കാഴ്ചകളും ട്രെയിനിൽ കയറിയിട്ടൊക്കെ ഉള്ളത് ചെറുതായിട്ട് എടുക്കാം. പ്രത്യേകിച്ച് അതിൽ കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് എടുത്ത് നമ്മുടെ വ്ളോഗ് ഇന്നത്തെ ദിവസത്തോടുകൂടി ട്രിവാൻഡ്രം വ്ളോഗ് എൻഡ് ചെയ്യാം. ഓക്കെ. ട്രെയിൻ പോകുന്നു ഗൈസ്. നമ്മളിപ്പോൾ കഴക്കൂട്ടം എത്തിയിട്ടോ. കഴക്കൂട്ടം എത്തിയതേ ഉള്ളൂ, കയറി കുറച്ച് നേരം ആയതേ ഉള്ളൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. കഴക്കൂട്ടം. കുഞ്ചിന് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെട്ടോ? എത്ര ഇഷ്ടപ്പെട്ടു? ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ട്രെയിൻ യാത്ര. ഫസ്റ്റ് AC ഞാൻ അങ്ങനെ പോയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. ഇത് കൊള്ളാം, കുറച്ചുകൂടെ പ്രൈവസി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുഞ്ചുനെ കൊണ്ട് പോകാനായിട്ട് ഏറ്റവും നല്ലത് ഫസ്റ്റ് AC ആണെന്ന് തോന്നുന്നു. യാത്ര ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ട്രിവാൻഡ്രത്ത് പോയി വന്ന പ്രയാണം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇതുപോലുള്ള വ്ളോഗ്സുമായി വീണ്ടും ഞാൻ രംഗപ്രവേശനം ചെയ്യുന്നതായിരിക്കും. Until then, see you. Bye.